തിരുവല്ലയിൽ സ്പാ ജീവനക്കാരിയെ കാപ്പ കേസ് പ്രതിയും കൂട്ടാളികളും ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തതായി പരാതി. സംഭവത്തിൽ മരണ സുബിൻ എന്ന സുബിൻ അലക്സാണ്ടറും 3 പേരും അറസ്റ്റിലായിരിക്കുന്നു. 3 പ്രതികൾ ഒളിവിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. സുജു ടി ബാബു പത്തനംതിട്ടയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു. സുജു, ഏറ്റവും ഗുരുതരമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് എന്ന പരാതിയാണ് വന്നിരിക്കുന്നത്. എപ്പോഴാണ് ഈ പരാതിയിൽ പറയുന്ന സംഭവത്തിന്റെ പൂർണ്ണമായ രൂപം എന്താണ്? എപ്പോഴാണ് സംഭവം നടന്നതെന്നാണ് പരാതിയിൽ പറയുന്നത്? തീർച്ചയായിട്ടും മനോ, ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ്. മനു ചോദിച്ചനുസരിച്ച് ഫെബ്രുവരി മാസം 1-ാം തീയതി, ഈ മാസം 1-ാം തീയതി ഉച്ചയ്ക്കാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ നമ്മൾ കാണിക്കുന്ന ദൃശ്യങ്ങൾ ഈ പെൺകുട്ടി ഉപദ്രവിച്ച ശേഷം അവർ ഗുണ്ടാ പിരിവ് മേടിച്ച ശേഷം പോകുന്ന ദൃശ്യങ്ങളാണ്. ഈ 1-ാം തീയതി സുബിൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സ്പായിലെത്തുന്നു. 6 അംഗ സംഘമായിരുന്നു. ഇവർ പണപ്പിരിവ് ആവശ്യപ്പെടുന്നു. ഇവർ ആവശ്യപ്പെട്ട പണം കൊടുക്കാൻ സാധിക്കുന്നില്ല. തുടർന്നാണ് പെൺകുട്ടിയെ ആ സ്പായുടെ അകത്തുമുറിയിലേക്ക് കയറ്റുകയും പിന്നീട് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്തിരിക്കുന്ന സ്റ്റീൽ കത്തി കൊണ്ട് ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയ ശേഷമാണ് ലൈംഗികമായി ഉപദ്രവിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ആ സ്പായിലെത്തിയ ഒരു കസ്റ്റമറെ അല്ലെങ്കിൽ അവിടെ എത്തിയ ഒരാൾ ആ സ്പായിലേക്ക് ഉപഭോക്താവിനെയും ഒരു ഭീഷണിപ്പെടുത്തിയും ചേർത്ത് നിർത്തി വീഡിയോ ചിത്രീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് 2000 രൂപ കവരുകയും ചെയ്തിരിക്കുന്നു. അതിക്രൂരമായ സംഭവമാണ്. യുവതികൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെത്തിക്കൊണ്ട് ഗുണ്ടാ പിരിവ് നടത്തുന്നു. അതിനുശേഷം ഭീഷണിപ്പെടുത്തുന്നു. അവരെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുന്ന സംഭവം ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. തിരികെ ഇറങ്ങി വരുമ്പോൾ അവിടെ നിൽക്കുന്ന 2 പെൺകുട്ടികളെയും പിന്നെയും അവർക്ക് നേർന്ന ആക്രോശവും ഉപദ്രവവും കാണാം. ചൂട് ചേർത്ത് വെച്ച് അവരെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളും ഇതിലുണ്ട്. ഇത് CCTV ദൃശ്യങ്ങളാണ്. പ്രതികളും ആ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിരുന്നു. പോലീസ് കേസെടുക്കുകയും പിന്നീട് ആദ്യഘട്ടത്തിൽ ഈ പെൺകുട്ടികൾ ഭയപ്പാടോടുകൂടി പരാതിക്ക് നൽകാൻ തയ്യാറായിരുന്നില്ല. അവരുടെ ഭയമാണ് അതിന് പിന്നിൽ. എന്നാൽ പോലീസ് എത്തി ഇവർക്ക് ആത്മവിശ്വാസം പകരുകയും ഇക്കാര്യത്തിൽ പരാതിയായി മുന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെടുകയും പരാതി എഴുതി വാങ്ങുകയും ചെയ്തു. അതിനടിസ്ഥാനത്തിലാണ് പ്രതികളെ പിടികൂടിയിരിക്കുന്ന മരണം സുബിൻ എന്ന് വിളിക്കുന്ന സുബിൻ അലക്സാണ്ടർ 3 പേരും ഇതിനോടകം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റ് പ്രതികൾക്കായുള്ള തിരച്ചിൽ നടത്തുകയാണ്. 3 പ്രതികളാണ് ഇനിയും പിടിയിലാകാനുള്ള. ഇവർ ഒളിവിലാണ്. 6 പേരാണോ ഈ സംഘത്തിലുണ്ടായിരുന്നത്? 6 പേരാണോ ഈ ക്രിമിനലുകളുടെ സംഘത്തിലുണ്ടായിരുന്നത്? തീർച്ചയായിട്ടും 6 അംഗങ്ങളാണ് ഈ സംഘത്തിലുണ്ടായിരുന്ന. ദൃശ്യങ്ങളിലും അതിൽ ചില ഏതാനും അംഗങ്ങളും ഉൾപ്പെടുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. CCTV വിഷ്വൽസാണ് പുറത്തു വന്നിരിക്കുന്നത്. 3 പേർ പിടിയിലായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനി സുബിനാണ്. സുബിൻ കാപ്പ കേസ് പ്രതി കൂടിയാണ്. മറ്റ് നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയാകുമ്പോഴാണല്ലോ കാപ്പ കേസ് പ്രതിയാക്കുന്നത്. അങ്ങനെ കാപ്പ കേസ് പ്രതി കൂടിയാണ് സുബിൻ എന്ന് പറയുന്ന ഈ കൊടും കുറ്റവാളി. ഞാൻ ആ ദൃശ്യങ്ങളിലേക്ക് കൃത്യമായി അതിൽ സുബിൻ്റെ ദൃശ്യമെന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. എന്നാലും സുബിൻ്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുടർന്നുള്ള വാർത്താ ബുള്ളറ്റിൽ അയച്ചു നൽകാം. എന്നാലും സുബിൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട 3 പ്രതികൾ ഇപ്പോൾ പോലീസ് പിടിയിലായിട്ടുണ്ട്. മറ്റുള്ളവർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കേണ്ട പത്തനംതിട്ട SP-യുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. എന്നാലും ഞെട്ടലുളവാക്കുന്ന സംഭവമാണ്. സ്ത്രീകളെ അവരുടെ തൊഴിലിടത്തിൽ കയറി ചെന്ന് അവരിൽ നിന്ന് ഗുണ്ടാപ്പിരിവ് ചോദിക്കുകയും പണം നൽകാത്ത സാഹചര്യത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ച് കൂട്ടബലാത്സംഗം ചെയ്യുന്ന പരാതി വന്നിരിക്കുകയാണ്. എന്തായാലും ഇവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. മനു, തീർച്ചയായും ഈ ബാക്കിയുള്ള 3 പേരെയും പോലീസിന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? കാരണം ഇപ്പോൾ 3 പ്രതികൾ പിടിയിലായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി അവരിൽ നിന്ന് ബാക്കിയുള്ളവരെ കുറിച്ചുള്ള വിവരങ്ങൾ പൂർണ്ണമായും ലഭ്യമായിട്ടുണ്ടല്ലോ. വളരെ വേഗത്തിൽ അവരെ കൂടി പിടിയിലാകുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ സുജു? CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ച സാഹചര്യത്തിൽ അതിൽ നിന്ന് തന്നെ പ്രതികളെ ഐഡന്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. മാത്രമല്ല ഈ സംഘത്തിൽപ്പെട്ട പല ആളുകളും മറ്റു പല ക്രിമിനൽ കേസുകളും പ്രതികളാണ്. സ്ഥിരം കുറ്റവാളികൾ എന്ന നിലയിൽ പോലീസിൻ്റെ വാച്ച് ലിസ്റ്റിൽ അല്ലെങ്കിൽ പോലീസിനെ സംബന്ധിച്ച് അവരുടെ നിരീക്ഷണ പട്ടികയിലുള്ള പ്രതികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ 3 ആളുകളെ പിടികൂടുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. തിരുവല്ല പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ക്രൂരമായ, അതായത് ഒരു തരത്തിലും മാപ്പർഹിക്കാത്ത തരത്തിലുള്ള കൊടും കുറ്റമാണ് ചെയ്യുന്നത്. ഇപ്പോൾ കാണുന്ന ദൃശ്യം അവരുടെ ഫ്രണ്ട് ഓഫീസിൽ വെച്ച് ഈ പ്രതികൾ ഈ വനിതകളോട്, പെൺകുട്ടികളോട് വളരെ അപമര്യാദയായി പെരുമാറുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അതിനു മുമ്പാണ്, ഈ ദൃശ്യങ്ങൾക്ക് മുമ്പാണ് മുറിയിലേക്ക് കയറ്റുകയും അവിടെ വെച്ചാണ് ഈ പ്രതികൾ പെൺകുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം അഴിച്ചുവിടുന്നത്. അതിലൊരു പെൺകുട്ടിയെ ആ മുറിക്കുള്ളിൽ അകത്ത് വെച്ചാണ് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുന്നത്. അതിനോടൊപ്പം തന്നെ അവിടെ എത്തിയ മറ്റൊരു കസ്റ്റമറെയും ഭീഷണിപ്പെടുത്തി ഒപ്പം ചേർത്ത് വെച്ചുകൊണ്ട് വീഡിയോ ചിത്രീകരിക്കുന്നു. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പണം അപഹരിക്കുന്നു. പിന്നാലെ പോകുന്ന വഴിയും അവർ ഉപദ്രവം കാട്ടുന്നു, പണം ചോദിച്ചു മേടിക്കുന്നു. അതായത് ഒരു സ്ത്രീകളെ അവരുടെ തൊഴിലിടത്തിൽ ആ തൊഴിലിനോട് യോജിപ്പും നടത്താൻ സാധിക്കും. പക്ഷേ അവരുടെ തൊഴിലിടത്തിൽ കയറി അവരെ ഉപദ്രവിക്കുകയും ഇത്തരത്തിൽ കൂട്ടബലാത്സംഗം ചെയ്യുന്നതും ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. പോലീസ് അക്കാര്യത്തിൽ കൃത്യമായ നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. മനു, ഇത് തിരുവല്ല നഗരമധ്യത്തിലാണോ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് സുജു?
നമുക്ക് അതിൻ്റെ കൃത്യമായി നമുക്ക് ഒരുപക്ഷെ ഈ വാർത്തയിൽ നമ്മൾ പറയുന്നത് ശരിയല്ല എന്നതുകൊണ്ടാണ്. കാരണം അതിജീവിതയുടെ വിവരങ്ങൾ ലഭ്യമാക്കുക എന്നത് സ്പോട്ട് പറയുന്നത് നഗരത്തിനോട് ചേർന്നുള്ള സ്ഥലത്ത് തന്നെ പ്രദേശത്ത് തന്നെയാണ്. അതുകൊണ്ട് സ്ഥലപ്പേര് നമ്മളിപ്പോൾ പറയുന്നില്ല സ്പാ ആയതുകൊണ്ട് തന്നെ. പക്ഷേ തിരുവല്ലയിൽ തന്നെ പ്രധാനപ്പെട്ട തിരുവല്ല നഗരത്തോട് ചേർന്നുള്ള സ്ഥലത്ത് തന്നെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. മനു, ആ സ്ഥലപ്പേര് പറഞ്ഞാൽ അവിടെ സ്വാഭാവികമായിട്ട് ഒരു സ്പാ പ്രദേശത്ത് ജനവാസമുള്ള മേഖലയാണോ, ജനങ്ങൾ ഒരുപാടുള്ള ആളുകളൊക്കെ ഉള്ള മേഖലയാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അത് ചോദിച്ചത്. സുജു, നമുക്ക് സ്ഥലപ്പേര് വേണ്ട, സ്ഥാപനത്തിന്റെ പേരും വേണ്ട, അത് ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന ഒന്നും നമുക്ക് വേണ്ട. ഞാൻ അതറിയാൻ വേണ്ടി ചോദിച്ചതാണ്. സുജു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സുജു പറഞ്ഞതുപോലെ ആദ്യം ആ പെൺകുട്ടികൾ വല്ലാതെ ഭയന്നു പോയിരുന്നു. അവർ പരാതി പറയാൻ അവർക്ക് ഭയമുണ്ടായിരുന്നു. പക്ഷേ പോലീസ് നൽകിയ ആത്മവിശ്വാസത്തിൽ ഞങ്ങൾ കൂടെയുണ്ട് എന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ആ പെൺകുട്ടികൾ പരാതി നൽകുകയും ഈ കൊടും ക്രിമിനലുകൾ വലയിലാവുകയുമായിരുന്നല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഈ പ്രതികൾ അവിടുന്ന് രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് ഈ പണം അപഹരിച്ച ശേഷം പോലീസിന് കൃത്യമായ ഇടപെടലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സുബിനി ഉൾപ്പെടെയുള്ള ആളുകളെ വളരെ വേഗം പിടികൂടാനും ഇപ്പോൾ അഴിക്കുള്ളിലാക്കാനും സാധിച്ചവർ. അതിൻ്റെ അറസ്റ്റോടുകളൊക്കെ തന്നെ ഇത് സംഭവം നടക്കുന്നത് ഈ മാസം 1-ാം തീയതിയാണ്. ദൃശ്യങ്ങൾ വളരെ വൈകിയാണ് പുറത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ വാർത്ത വൈകി പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ കൃത്യമായ നടപടി സ്വീകരിക്കുകയും മറ്റു 3 പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സ്ഥലത്തെത്തി അവിടെ ഇതിനകത്ത് പോലീസിൻ്റെ കാര്യത്തിൽ പോലീസ് കൃത്യമായി തന്നെ എഫ്ഐആർ ഇടുകയും അതിൽ കൂട്ടബലാത്സംഗം ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് തന്നെ പ്രതികൾക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായി പറഞ്ഞാൽ ഈ പണം നൽകാത്തപ്പോൾ അകത്ത മുറിയിലേക്ക് തള്ളി കയറ്റുകയും തുടർന്നാണ് ലൈംഗികമായി ഉപദ്രവം നടത്തുകയും ചെയ്ത സ്റ്റീൽ കത്തി ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിയ ശേഷമാണ് അത്തരത്തിൽ പെൺകുട്ടിയോട് വളരെ മോശമായി പെരുമാറുന്നത്. അതേ സമയത്ത് തന്നെ മറ്റു കൂടെയുള്ള പ്രതികൾ പുറത്തു നിൽക്കുന്ന യുവതിയോടും വളരെ മോശമായി പെരുമാറുന്നു. ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത പ്രവർത്തി. പിന്നീട് ഈ ദൃശ്യങ്ങൾ നമ്മൾ ബ്ലർ ചെയ്താണ് കാണിക്കുന്നെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാക്കാൻ സാധിക്കും. ആ ഓഫീസിൻ്റെ അകത്തു വെച്ച് തന്നെ ആ കുട്ടിയോട് വളരെ മോശമായി പെരുമാറുന്ന ഒരു ഘട്ടമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു സംഭവം നടക്കുമ്പോൾ പോലീസ് ഈ ആത്മവിശ്വാസം നൽകി അതിൽ നടപടി കൃത്യമായി സ്വീകരിച്ചിട്ടുണ്ട്. മനു, ഏതായാലും ആ നടപടിയെ നമുക്ക് അംഗീകരിക്കേണ്ടതുണ്ട്. എന്തായാലും തുടർ അന്വേഷണം തുടരുകയാണ്. 3 പ്രതികളെയും അതിവേഗം പിടിക്കുമെന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. മനു.